പ്രാവിൻകൂട് ഷാപ്പ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ, അങ്ങേര് തന്നെയാണ് റൈറ്റർ. ഹാറ്റ്സ് ഓഫ് മാൻ, ഒന്നും പറയല്ല. കാരണം എനിക്ക് പെരുത്ത് ഇഷ്ടമായി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ഞാനിങ്ങനെ വണ്ടടിച്ചിരുന്നു പോയി പരിപാടി. കാരണം ഇതിൻ്റെ എഡിറ്റ് ആണെങ്കിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇതൊക്കെ കറക്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കഥയിലേക്ക്. ഡയറക്ടറിനൊരു വിഷൻ ഉണ്ട്. ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ റൈറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ബോധമുള്ളൊരു മനുഷ്യൻ. ആദ്യം തന്നെ ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ആ കോമഡി പാക്കേജ്, ഒരു കോമഡിയുടെ ഒരു പൊതി ഇതിനകത്തുണ്ട്. പക്ഷെ അത് എവിടെയും ക്രിഞ്ചടിപ്പിക്കാതെ അല്ലെങ്കിൽ എവിടെയും ഓവറാക്കാതെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ക്യാരക്ടറിലൂടെ മാത്രം ഡെലിവർ ചെയ്യുന്ന ഒരു തരം സ്പോട്ട് സാധനങ്ങളുണ്ട്. അതിൽ ചെറിയ ഡബിൾ മീനിങ് എലമെൻറ്റുകളുണ്ട്, ചെറിയ മറ്റേ നാട്ടിൻപുറത്ത് കേൾക്കുന്നതായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരു ദേശി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത ഒരു ബ്രില്യൻ സ്റ്റഫ് എന്നാണ് എനിക്ക് പ്രാവുംകൂട് ഷാപ്പിനെ പറയാനുള്ളത്. ഇതിൻ്റെ ഡയറക്ടറിനെയും ഇതിൻ്റെ കഥേനെയും കുറിച്ച് പറഞ്ഞാൽ തീരില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഫാക്റ്റാണ്. ഇനി അടുത്തത് പറയാനുള്ളത് ബേസിൽ മാൻ, ഈ ചങ്ങാതി ഓരോ ക്യാരക്ടറിനും കൊടുക്കുന്ന ആ ഒരു എക്സ്ട്രാ എലമെൻ്റ് ഉണ്ട്. ആ ഒരു ഈ ചങ്ങാതി പോലീസായിട്ട് ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. സൂക്ഷ്മദർശിനിയിൽ നമ്മൾ കണ്ട ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ബേസിലിൻ്റെ ക്യാരക്ടറിന്. അതിന്ന് മാറി ഇപ്പുറത്ത് വരുമ്പോൾ ഒരു തൃശ്ശൂരുകാരന് കിട്ടേണ്ട, ഒരു തൃശ്ശൂർ പോലീസ് ഓഫീസറിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അത് പക്ക ഒരു പോലീസുകാരൻ്റെ ബോഡി ലാംഗ്വേജ് അല്ല. ഇടയ്ക്ക് നമ്മൾ ഇവനെ കള്ളനായിട്ടും തോന്നും, ഇടയ്ക്ക് നമ്മൾക്ക് ഇവനെ പൊട്ടനായിട്ടും തോന്നും. ഒരു തരം സാധനം ഉണ്ട് ബേസിലിൽ. അതുതന്നെയാണ് ബേസിലിൻ്റെ സക്സസ്. അത് അടിപൊളിയായിട്ട് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ സൗബിനെ കാണിക്കുന്ന സമയത്തൊന്നും നമുക്ക് അത്ര ഡെപ്ത് ഫീലാക്കാത്ത രീതിയിൽ അത് ഭയങ്കര രസമായി, അത് ഭയങ്കര അടിപൊളിയായി. പക്ഷെ കമ്മിങ് ടു ദ സെക്കൻഡ് ഹാഫ്, സൗബിൻ ഷോ കൊണ്ടുപോയി, കംപ്ലീറ്റ് ഷോ ബേസിലിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സൗബിനോട് കൊണ്ടുപോയി സാധനങ്ങൾ. കാരണം സൗബിൻ വെച്ച ചില സാധനങ്ങളുണ്ട് സൗബിൻ്റെ ക്യാരക്ടറിന്. കാലിന് കുറച്ച് പ്രശ്നമുള്ള ഒരു ക്യാരക്ടറാണ്, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഷാപ്പിലെ പണിക്കാരനാണ്. ഈ ചെങ്ങായിൻ്റെ കുറച്ച് മാനറിസംസ് ഉണ്ട്, എമ്മാതിരി സാധനങ്ങൾ അറിയോ. ആ ഒരു നടത്തം ഓട്ടമുണ്ട്. കാല് വയ്യാത്ത ആൾ നടക്കുന്നു ഓടുന്നു തമ്മിലുള്ളൊരു മാറ്റമൊക്കെ, അതൊക്കെ അങ്ങനെ പട്ടേന്ന് പറഞ്ഞിട്ടാണ് ചേഞ്ചായി പോകുന്നത്. സൗബിൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ ഭയങ്കര സേഫായിരുന്നു, അടിപൊളിയായിരുന്നു. ചെമ്പൻ വിനോദ്, ഇത്രയും പേര് കിടിലൻ കോൺട്രിബ്യൂഷൻ, ചെമ്പൻ വിനോദും അയാളുടെ കോൺട്രിബ്യൂഷൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചാന്ദിനി ചെയ്ത ക്യാരക്ടർ, ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള ഒരു തരം ഒരു സാധനമുണ്ട്. ഓക്കെ, അതായത് ചാന്ദിനിയുടെ ക്യാരക്ടറിന് ആവശ്യം, അത് പറഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് ചാന്ദിനിയുടെ ക്യാരക്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ചാന്ദിനിയും അടിപൊളിയായിട്ട് കൺവിൻസിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. സോ ശിവജിത്തിൻ്റെ ക്യാരക്ടറാണ് ഇനി പറയാനുള്ളത്. ശിവജിത്തിൻ്റെ ക്യാരക്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെയോ ശിവജിത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിനു മുമ്പ് നമുക്ക് ടൊവിനോൻ്റെ വില്ലനൊക്കെ ആയിട്ട് വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ സാധനം ഫീൽ ചെയ്തിരുന്നു. ഇതിലും ആ പവർ ഡെപ്ത് കിട്ടേണ്ട ഒരു ക്യാരക്ടറാണ് ശിവജിത്തിൻ്റെ ക്യാരക്ടർ. പക്ഷെ ചില ഫൈറ്റ് സീനിലും ചില പോർഷൻസിലൊക്കെ അത് ഈ സിനിമയിൽ ആകെ ക്യാരക്ടറിൽ കൺവിൻസിങ്, അത് അയാളുടെ ബോഡി ലാംഗ്വേജ് അടിപൊളിയാണ്, അയാളുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്, അയാൾക്ക് ചെയ്യേണ്ട വർക്കിന് അയാളുടെ ബോഡിയും അത് ആപ്റ്റാണ്, ആ കാസ്റ്റ് ഭയങ്കര ആപ്റ്റാണ്. പക്ഷെ എവിടേക്കോ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് മാസ് എലമെൻറ്റ്, ആ ക്യാരക്ടറിന് വേണ്ട ഒരു മാസ് എലമെൻറ്റിൽ എവിടെയോ ഇവിടെ ഒന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എലമെൻറ്റുകൾ സിനിമയുടെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഡൗൺ ആയിരുന്നു. അത് മാത്രമേ എനിക്ക് ഇതിൻ്റെ ഒരു ഡൗൺ പോർഷനായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ആസ് എ കാസ്റ്റ് വൈസ്, ആ ഒരു ക്യാരക്ടർ വൈസ് ആ ഒരു സാധനം. കാരണം നമുക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നേണ്ടതായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ അത് അത്ര പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്, അതിനുള്ള ഷോട്ടുകളുണ്ട്, പക്ഷെ അത്ര പവർഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി അത് ഫീൽ ആയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെയാണ്, ബിക്കോസ് ബാക്കി എല്ലാം അടിപൊളിയാണ്, കിടനാണ്. സോ ഇത് ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു പാർട്ടുമാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം പടം ഷാപ്പിൽ പാരച്യൂട്ടിൽ ഇറക്കിയ, നമ്മളിത് ട്രെയിലറിൽ കണ്ട പാരച്യൂട്ടിൽ ഇറക്കിയ സാധനം കൊലപാതകം നടക്കുന്നു. നമുക്ക് ആദ്യം കാണിച്ചിരുന്നുണ്ട്, സ്പൂൺ ഫീഡിംഗ് ഒന്നുമല്ല, കൊലപാതകം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ക്രൈം ത്രില്ലേഴ്സിൻ്റെ സെയിം പാറ്റേൺ. കൊലപാതകം നടന്നു, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുന്നു, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു, പലരിലേക്കും ഇൻവെസ്റ്റിഗേഷൻ നീളുന്നു,
ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. അത് പലരിലേക്കും നിങ്ങളിപ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളതൊക്കെ. ഇതിന് മെയിൻ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഈ ഡയറക്ടർ കാണിച്ചു തരുന്ന ഒരു രീതിയുണ്ട്. പ്രസൻറ്റ്, സിനിമയുടെ ഫ്യൂച്ചർ, ഈ സിനിമയിലെ പാസ്റ്റ്, ഈ 3 സാധനവും എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഈ സാധനം എവിടെയൊക്കെ നമുക്ക് ചില സീനിൽ ഞാൻ നോക്കുമ്പോൾ പ്രസൻ്റ്ലി ആ സിനിമയിൽ നടക്കുന്ന സിറ്റുവേഷൻ കാണിക്കുമ്പോൾ പെട്ടെന്ന് എഡിറ്റ് വന്നിട്ട് കാണിക്കുന്നത് അറിയോ, സിനിമയുടെ ഫസ്റ്റ് തുടക്കം മുതലുള്ള സാധനങ്ങൾ ജിക് 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 എന്ന് പറഞ്ഞു പോകും. ചില സീനിൽ നോക്കുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന സാധനങ്ങൾ ജിക് 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 എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഇതൊക്കെ വന്നിട്ട് പ്രസൻറ്റിലേക്ക് കണക്റ്റ് ആവുകയാണ്. അത് നല്ല രീതിയിൽ എന്താ പറയുക, കഥ അയാൾക്കറിയാം, അയാളുടെ സ്വന്തം കഥയാണ്, അയാൾക്ക് ഇതെങ്ങനെ ആളുകൾക്ക് കാണിക്കണം എന്നുള്ളൊരു വിഷൻ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ. അങ്ങനെ കറക്റ്റ് പഠിച്ചറിഞ്ഞ് വെച്ച പണി എന്നുള്ളതാണ് അതൊന്ന് മനസ്സിലായത്. എന്താണെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടുകളും അങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർ പ്ലേ ചെയ്യുന്ന സോങ്ങുകൾ, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര കോൺട്രിബ്യൂഷനാണ് ഈ പടത്തിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമാറ്റോഗ്രാഫിക്ക് വരുമ്പോൾ ചില സീനുകളുണ്ട്. ഒരു ഷാപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ബേസിലിൻ്റെ ഒരു ഷോട്ട് ഉണ്ട് പുകേനകത്ത്. അതിന് കുറേ ഷാഡോ അല്ല, പുകേൻ്റെ ഉള്ളിൽ കാണുന്ന ആളുകളുടെ ഒരു തരം രൂപമൊക്കെ ഉണ്ട്. അത് ഭയങ്കര കിടിലൻ ഷോട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ മറ്റേ ഒരു ഷോട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു ഫുൾ ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഒരു വഴിക്ക് ശിവജിത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ പോകുമ്പോൾ മറ്റേ വഴിക്ക് സൗബിൻ്റെ ക്യാരക്ടറും വൈഫും ഇങ്ങനെ പോകും. അത് ഇങ്ങനൊരു സാധനം ഇങ്ങനെ പോകും. അതൊരു ആ കഥേൻ്റെ തന്നെ ഒരു മെയിൻ ഡൈവേർഷനാണത്. ആ സാധനം എടുത്തു വെച്ച ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതായത് 2 ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡൈവേർട്ടായി പോകുന്നതും ആ എൻറ്റയർ പ്ലോട്ട് ഡൈവേർട്ടായി പോകുന്നതും സിംബോളിക്കലി കാണിച്ചൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭീകര ബ്രില്യൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ആ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഷൈജു ഖാലിദാണ് ക്യാമറ, ഒന്നും പറയാല്ല, സിനിമാറ്റോഗ്രാഫി മാൻ. കാരണം ഷൈജു ഖാലിദിൻ്റെ ഫ്രെയിമുകൾ എന്ന് പറയുമ്പോൾ അതിൽ 1-2 ഷോട്ടുകളുണ്ട് മറ്റേ ഒറ്റ സാധനത്തിൽ പോകണം, അതും വണ്ടിയുണ്ട്, സിറ്റുവേഷനും കുറച്ച് ടെൻഷനുള്ള സിറ്റുവേഷനാണ്, അതിനകത്തും ചില ക്യാരക്ടേഴ്സ് കോമഡി അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു 1 ഷോട്ടൊക്കെ അത് ഫുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അതൊക്കെ നല്ല വൃത്തിക്ക് കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായി. മ്യൂസിക് ബൈ വിഷ്ണു വിജയൻ്റെ മ്യൂസിക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കിടിലനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി, എഡിറ്റിങ്ങും മാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം നല്ല 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 ക്രിസ്പായിരുന്നു കാര്യങ്ങൾ. നമുക്ക് എവിടെയും ഒരു കൺഫ്യൂഷനുള്ള കേസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താണെങ്കിലും എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആയിരിക്കും ഈ ഒരു സിനിമ. രേഖാചിത്രം കഴിഞ്ഞ് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, മലയാളത്തിലെ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ബ്രില്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ ഒരു കളികൾ. കാരണം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് ആളുകളെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ പുൾ ഓഫ് ചെയ്യണമെന്നുള്ളൊരു സംഗതിയുണ്ട്. എനിക്കെന്താണെങ്കിലും പേഴ്സണലി ഞാൻ പറഞ്ഞ ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ ആണ്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് 2 പേര് പറഞ്ഞു കേട്ടതാണ്, അവർക്ക് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ആയിഷ് എന്നുള്ളൊരു എന്ത് അങ്ങനെ ഓരോരുത്തർക്കും സിനിമ എന്ന് പറയുന്നത് അതാണ്. ചിലർക്ക് ചില പെർസ്പെക്റ്റീവ്സ് ആണ്. ഓക്കെ, എനിക്ക് എന്താണെങ്കിലും പടം എവിടെയും ലാഗ് അടിച്ചിട്ടില്ല, ഒരു പൊട്ടുപോലും എവിടെയും വലിഞ്ഞതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കര ത്രില്ലിങ്ങും ഭയങ്കര എൻഗേജ്ഡും ഞാൻ ഭയങ്കര ആസ്വദിച്ച് പടം കണ്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളി വർക്ക്, മസ്റ്റ് വാച്ചാണ്. ആഫ്റ്റർ രേഖാചിത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് നേരെ ഇതിന് കയറിക്കോ, വർത്ത് വാച്ചിങ് ആയിരിക്കും.